Assalamualaikum, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. ഡെയിലി ഞാൻ ഫാമിലി വ്ളോഗ് എടുക്കണമെന്ന് കരുതും, പക്ഷെ സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ഈവനിങ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ പഴംപൊരിയാണ് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള മാവ് കൂട്ടിയൊക്കെയാണോ. അപ്പോൾ ഇത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ മാവും ഞാൻ മാവും പഞ്ചസാരയും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, ആവശ്യത്തിനുള്ള, അതായത് ചെറിയ കളർ വരാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറൊന്നും ഞാൻ വേറെ ചേർക്കുന്നില്ല, ഇത്തിരി മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളറുള്ള പഴംപൊരി തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത്തിരി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തൊന്നും നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളത് മാവ് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിലേക്ക് ഞാൻ ഒരു 1.5 കയ്യില് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പൊ അതേ നമ്മള് പഴം ഇങ്ങനെ ചെറുതാക്കി സ്ലൈസ് ആക്കി വെക്കുന്നുണ്ട്. നമ്മുടെ മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പിന്നെ ഏലക്ക ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട്. ഏലക്ക പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പൊ ഞാനത് പൊടിച്ചത് ചേർക്കാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ അതിന് ശേഷം നമ്മൾ പഴം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാം. അതിനിടെ പുറത്ത് പോകേണ്ട ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, അത് പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ. അടുപ്പ് അങ്ങോട്ട് കത്തിച്ചിട്ട് ചട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതേ നമ്മുടെ പഴം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോക്കൊക്കെ കൊടുത്ത് മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്കത് നമ്മുടെ ചട്ടിയിലെ കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ എണ്ണക്കളി സോ ഇതേട്ടാ നിശാണ്. ആൾക്ക് ഭയങ്കര കുറവാ ക്യാമറ വരുന്നാലാണെങ്കിലോ വീഡിയോയിലിട്ട് വരുമ്പാണോ വീടെടുക്കുന്നുണ്ടായി കഴിഞ്ഞ് ഓടി കളിക്കുന്ന ആളാട്ടോ. നിശ നോക്കടേ. അതിൽ പോയി കൈ പോയിക്കോ. അപ്പൊ അതെ നമുക്ക് നമ്മുടെ പഴം നമ്മുടെ മാവിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചൂടായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് എന്നിട്ട് കേട്ടോ. ഈ പഴംപൊരിയിലേക്ക് നമ്മൾ വല്ല ബീഫും ചിക്കൻ കറി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ അത് രണ്ടും ഇല്ലാത്ത നമ്മൾ ചായ കൂട്ടി പഴയണ്ടെങ്കിൽ കഴിക്കും. അങ്ങനെ നമ്മുടെ പഴം രണ്ട് സൈഡ് നമ്മൾ ഇതേപോലെ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കതിൽ എണ്ണ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു ഓട്ടപാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അത് എണ്ണയൊക്കെ പോയതിന് ശേഷം നമുക്കത് ചെയ്യാം വേറൊരു പാത്രത്തിലോട്ടും കൂടെ മാറ്റണം. അതിൽ തകി വെച്ചാൽ കൊള്ളത്തില്ല. അപ്പോൾ എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ വെക്കുന്നത് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ച് ഇതേ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് നേരത്തെ കാലത്തെ ചായ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടൻ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉപ്പാക്ക് വിത്തൗട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഉമ്മാക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ചായ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചായ കൊടുക്കാം. പിന്നെ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് എടുക്കാം. നമുക്ക് കൊടുക്കണം. വെച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഓരോ പരിപാടിക്ക് പോവാണ്. ഒരു നേരത്തെ നല്ല മകൾക്ക് ചായ എടുക്കും.
ചൂടാണ്. നിൽക്കാൻ പറ്റില്ല. രായി എടുക്കി. ആയി ആയി ഇത് ഗിഫ്റ്റ് കിട്ടോ? ഒരു ടാറ്റ പറയണേ, ഹായ് പറഞ്ഞേ, ഹായ് പറയേ. പാമ്പരിക്കനെ വിളിച്ചിട്ട് ഹായ് പാമ്പരിക്കല്ല ഹായ് അപ്പൊ അങ്ങനെ ഹായ് പറയില്ലല്ലേ? ഓക്കെ. ഉപ്പിമയൊക്കെ ചായ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിത് നമ്മുടെ മക്കൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഹൈസിൻ മോനെ കിച്ചണിലാട്ട് ഇരുന്നുണ്ടായിരുന്നത്, ഹോളൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് അമ്മായിന് കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ അടുക്കളയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ആദ്യം മക്കളെല്ലാവരും ഇത് നമ്മളെ എമ്മിയും അയാൻ മോനൊക്കെ ഇത് ഇവിടെ ടേബിളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഇരുന്നിട്ട് എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പഴംപൊരി പൊരിച്ചതിൽ പിന്നെ ഒരു 5 മിനിറ്റോളം നമ്മളൊന്നും അങ്ങോട്ട് തിന്നിട്ടുള്ളൂ. നമുക്ക് കിട്ടിയിട്ടുള്ള വെറൈറ്റി കരിയപ്പാണിത്. പഴംപൊരി ഒരു ഭാഗം ഇങ്ങനെ മറുപടി കരിഞ്ഞും കൊണ്ടുള്ളത്, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ട് ഇവിടെ പാല് തിളക്കുന്നുണ്ട്. ഇനി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പാല് തിളച്ചു പോകും. അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാം. അപ്പോൾ ഇതേ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പാല് നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് നല്ലത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള കോഫിയാണ്. പിന്നെ കട്ടച്ചായ ഞാൻ കൊടുക്കില്ല, പാൽച്ചായ പിന്നെ കടയിൽ കൊടുത്ത് വീട്ടിൽ കൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ കോഫി ഉണ്ടാക്കുന്നത്. മക്കൾക്കൊക്കെ കട്ടച്ചായ കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലൂ കോഫി നെസ്കോഫി ഒക്കെ നല്ല ടേസ്റ്റാണ്. അത് മാത്രമേ എടുത്തുള്ളൂ, മറ്റേ കോഫി ഞാൻ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോഫിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ആക്കിയിട്ട് ഞാൻ ചായ കുടിക്കുന്ന എൻ്റെ ക്ലാസ്. പക്ഷെ ഇത് എല്ലാവരും പറയും ജഗ് നട്ടോ, അത്രയും വലിയ സാധനമാണ്. ഇതിലാണ് ഞാൻ ചായ കുടിക്കാറ്. അപ്പൊ നമുക്ക് ചായ നമുക്ക് ചായ കുടിക്കാം. എനിക്കുള്ള ചായ എടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലേ, കൺട്രോൾ ചെയ്ത് പകുതി എടുത്തിട്ടുള്ളൂ. ഇനി വലിയ ചികള് ഞാൻ വലുതിലും ഇഷയ്ക്ക് ഞാൻ ചെറുതിലും കൊടുത്തുന്ന ആരും പറയണ്ട കേട്ടോ. അര ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കണ്ടോ, ശരിക്കും കാണാൻ അര ഭാഗമേ ഉള്ളൂ. ഓർക്ക് വലിയ ജഗ്ഗിനുള്ള ചായ. ഓക്കെ, ഓർക്കുള്ള ക്ലാസ്. അപ്പൊ അവൾക്കുള്ള ചായ അവൾ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എടുത്തത് പറയണ്ടവാ, എന്നെക്കാളും തന്നെ ഞാൻ അവൾക്ക് കൊടുത്തിട്ട് ക്ലാസ് നിറച്ചുണ്ട് കൈസ്. 5 ക്ലാസ്സാണ് വട്ടം കൂടുതൽ. എന്റെ ക്ലാസ് വട്ടം കുറവാണ്. ഈ അത്ര ഉള്ളത് നോക്കിയാ അതിങ്ങനെ കാണുമ്പോ കുറച്ചുള്ളൂ. നോക്കിട്ടാ ശരിക്കും എന്താ മനസ്സിലാവുന്നില്ലേ? ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഞാൻ പാവല്ലെങ്കിലും. അപ്പൊ അതാ നമ്മൾ താഴ്ത്താതിരിക്കുന്ന ഞങ്ങൾ പഴംപൊരി ഉണ്ട്. കരിഞ്ഞ പൊരി അവിടെ ഉണ്ട്, അത് കുറച്ചിട്ട് കഴിക്കണം. അപ്പൊ നമുക്ക് ഇതേ കഴിക്കാം. നമുക്ക് ചായ കുടിക്കാം. ചൂട് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആട്ടോ ഇത്. നമ്മൾ അരിപ്പൊടി ചേർത്തോളാൻ അത്യാവശ്യം നല്ല ക്രിസ്പിയുള്ള ടേസ്റ്റിന് ചൂടോടെ കഴിക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് കണ്ടിട്ട് കുറവായിട്ട് പോയിക്കല്ലേ? വീഡിയോ കണ്ട നമ്മളെ ഈവനിങ് വ്ളോഗ്. അപ്പൊ അതാ നമ്മളെ ഭക്ഷണം ചാടിക്കൽ കഴിഞ്ഞ്. അപ്പൊ നമുക്കത് വൃത്തിയാക്കാനുണ്ട്. അപ്പൊ ഇതേ നമ്മൾ ടീഷർട്ട് വൃത്തിയാക്കി തരുന്നത്. അപ്പൊ പിന്നെന്താണ്, ഞാൻ വൃത്തിയാക്കാൻ നിരീക്ഷയോട് സമ്മതിച്ചില്ല. എന്തോ വൃത്തിയായിക്കൊള്ളാന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ വീഡിയോ എടുത്തോളി, ഞാൻ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. അപ്പൊ അവൻ നോക്കി ഞാൻ സീറ്റൊക്കെ ക്ലീൻ ചെയ്യാം, ടാബ്ലൊക്കെ ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലീനിങ് തുടങ്ങാം. അപ്പൊ മക്കളെ ക്ലീൻ ആയിക്കണം കേട്ടാ. ജസ്റ്റ് കൊടുത്തത് ഞാൻ പാലിച്ചിക്കണ്. ജസ്താത്ത ദിവ്യതൊക്കെ മടക്കി വെക്കണം. ഇത് ഞാനാ മടക്കി വെച്ചത്, വേറെ കാര്യം. എല്ലാരും ചോദിക്കട്ടാ. ഇതിപ്പോ നമ്മുടെ ഫാമിലി എല്ലാവരും ഇത് വലിയൊരു ഫാമിലിയാണ്. ഒരു 5-6 ഡ്രസ്
അപ്പൊ ദാ മക്കള് ഇതാ പഠിക്കാതിരുന്നിക്കണം. പിന്നെ ഇതിപ്പോ നമുക്ക് ഇന്നൊരു ദിവസം വെയിലിട്ടി ഇത് ഏകദേശം 4 ദിവസത്തെ ഡ്രസ്സ് ഇതിലുണ്ടാവും ഉണങ്ങാത്തതായിട്ടുള്ളത്. ഇന്നൊരു ദിവസം വെയിൽ കിട്ടിയപ്പോൾ നമ്മൾ എല്ലാം വന്നത് ഭക്ഷണം ഉണ്ടാക്കാതെ നേരെ ഉണക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഇതാ ഇക്കാക ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇക്കാകും ഇതുപോലെ പഴംപൊരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഗ്ലാസ് കട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കുടിച്ചു. പിന്നെന്താണ്, അപ്പോൾ ഇക്കാകനെ വല്ലാണ്ട് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ മതി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് വേണ്ട എന്ന് വെച്ചു. അങ്ങനെ ഇതാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മക്കളൊക്കെ പഠിപ്പിക്കണം. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ വീഡിയോ വിളിച്ച് നമ്മൾ നിർത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്